എൻ്റെ പേര് ജോസഫ് എന്നാണ്. ഞാൻ വരുന്നത് കാലടി എന്ന സ്ഥലത്താണ്. എനിക്ക് കാലടിയിൽ നെല്ലിൻ്റെയും അരിയുടെയൊക്കെ ബിസിനസ്സാണ്. ഞാൻ കഴിഞ്ഞ മാസം ആദ്യത്തെ ഞായറാഴ്ച, പ്രത്യേകിച്ച് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ യേശുവിനോടും എൻ്റെ പരിശുദ്ധ അമ്മയോടും ജോസഫ് അച്ഛനോടും ആയിരം നന്ദി ഞാൻ പറയുകയാണ്. കാരണം ഇവിടെ വരാൻ കാരണം എൻ്റെ മൂന്നാമത്തെ മകൻ ഇസഹാക്കിന് വേണ്ടിയാണ്. മരിച്ച് ചീഞ്ഞു നാറിയ ലാസറിനെ ഉയർപ്പിച്ച കർത്താവിനോട് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് തന്ന എൻ്റെ മകനാണ്. മരിച്ചോടത്ത് നിന്ന് എനിക്ക് തിരിച്ചു തന്ന എൻ്റെ പൊന്നോമന പുത്രനാണിത്. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് വരാണ്. ഞായറാഴ്ച ഞങ്ങൾ രാവിലത്തെ കുർബാനയ്ക്ക് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോനും കൂടി പള്ളിയിൽ പോയി. പള്ളിയിലെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് എൻ്റെ മക്കൾ സൺഡേ ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയുടെ അമ്മ പറഞ്ഞു, മോനെ, നമ്മുടെ മോൻ പഴയതുപോലുള്ള ചിരിയും ആ ഉന്മേഷവും ഒന്നുമില്ല, നമ്മുടെ പിള്ളയ്ക്ക് എന്താ സംഭവിച്ചേക്കണേന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ, എല്ലാം പനിയുടെയൊക്കെ എന്തെങ്കിലും തുടക്കമായിരിക്കും, അതുകൊണ്ടായിരിക്കും നമ്മുടെ മോന് ഇങ്ങനെ സംഭവിച്ചിരിക്കണേന്നൊക്കെ ഞാൻ പറഞ്ഞു. വൈകുന്നേരം അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മക്കളെ എൻ്റെ സിനിമയ്ക്ക് പോയി. സിനിമ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ നൊലോളിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരികയാണ്, ചേട്ടാ, നമ്മുടെ മകൻ മൂത്രമൊഴിച്ചിരിക്കുന്നത് മഞ്ഞൾ കലക്കിയ മാതിരിയുള്ള മൂത്രമാണ് നമ്മുടെ മകനിൽ നിന്ന് പോയിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞങ്ങൾ ആരും ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഞങ്ങൾ വളരെ അധികം ദുഃഖിച്ച് പ്രാർത്ഥിച്ചു. നേരം വെളുത്ത് ഞങ്ങൾ രാവിലെ ഒരു 7 മണിയായപ്പോഴേക്കും ഞങ്ങൾ ആലുവയിലുള്ള രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് ഒരു 12 മണിയോടെ കഴിയുമ്പോഴേക്കും ഡോക്ടറെ കണ്ടു. ഡോക്ടർക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർക്ക് എന്നെ അറിയാമെന്നുകൊണ്ട് പറഞ്ഞു, മോനെ, നമുക്ക് ഇവനെ ഒന്ന് പരിശോധിക്കാം, ബ്ലഡ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് പറഞ്ഞു. ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ മോൻ്റെ ബ്ലഡിൻ്റെ റിസൾട്ട് വന്നു. ബിലിറൂബിൻ്റെ അളവ് കൂടുതലാണ്, അതുകൊണ്ട് അവൻ്റെ ഫിക്സ് മാറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ കയറി വരും, അതുകൊണ്ട് അവനെ പെട്ടെന്ന് ICUയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോനും മാത്രമുണ്ട്, ഞങ്ങൾ ആകെ തകർന്നു പോയി. ICUയിലേക്ക് മാറ്റണമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മക്കളെ വളർത്തുന്ന ഏതൊരു മാതാവിനും പിതാവിനും അറിയാം, ഒരു പൊന്നുമോനോ പുത്രനെ ICUയിലേക്ക്, കാരണം കൊതി തീർന്നിട്ടില്ല കളിപ്പിച്ച്. അങ്ങനെയുള്ള എൻ്റെ പൊന്നോമന പുത്രൻ ICUയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചങ്ക് പറഞ്ഞ് ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു. എൻ്റെ ബന്ധുമിത്രാദികളും നാട്ടുകാരും സകല എൻ്റെ ആൾക്കാരെല്ലാവരും വിളിച്ച് എൻ്റെ മോൻ്റെ പേര് ചോദിച്ച് പ്രാർത്ഥിച്ചു. കൃപാസനത്തിലേക്ക് വിളിച്ചു പറഞ്ഞു. അണക്കര, അട്ടപ്പാടി, അങ്ങനെ എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലേക്കും എൻ്റെ സുഹൃത്തുക്കളുടെയും മറ്റുള്ള ബന്ധുമിത്രാദികളുടെ എല്ലാ സഹായത്തോടെയും പ്രാർത്ഥന സഹായങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ടു പ്രാർത്ഥിച്ചു. രാത്രി ഒരു 12 മണിയായപ്പോഴേക്കും ഡോക്ടർ വന്നേക്കാണ്, മകനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവന് എന്തോ ലിവറിൻ്റെ സംബന്ധമായ രോഗമാണ്, പിന്നെ തലച്ചോറിലേക്കുള്ള ഞരമ്പ് കട്ടായിക്കാണ്, അതുകൊണ്ട് അവൻ്റെ തലച്ചോറിലേക്ക് മൊത്തം ബ്ലഡ് സ്പ്ലിറ്റ് ആയിട്ടിരിക്കുകയാണ്. ബ്ലഡ് കോട്ട, സാധാരണ നമ്മുടെയൊക്കെ കൈകൾ മുറിയുമ്പോൾ ബ്ലഡ് കോട്ടാവും, എൻ്റെ മകൻ്റെ ബ്ലഡ് കോട്ടാവിന് ബിലിറൂബിൻ്റെ അളവ് കൂടുതലുള്ളത് കൊണ്ട്, അതുകൊണ്ട് എന്തും സംഭവിക്കാം, മരണം വരെ സംഭവിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. നേരം വെളുക്കാറായപ്പോഴേക്കും ഞങ്ങൾ നേരെ അമൃത ഹോസ്പിറ്റലിൽ ചെന്നു. അമൃത ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ICUയിലേക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയുടെ അമ്മ പറഞ്ഞു, മോനെ, ഏതായാലും നമുക്ക് കൃപാസനത്തിലേക്ക് ഒന്ന് പോകാം, കൃപാസനത്തിൽ വന്ന് അച്ഛനെ കാണാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വലിയ ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും നൊലോളിച്ച് കണ്ണുനീരോടെ ഭക്ഷണം പോലും കഴിച്ച്, ഞായറാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാണ് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ വീട്ടുകാരും. ഞങ്ങളങ്ങനെ ചൊവ്വാഴ്ച രാവിലെ അമൃത ഹോസ്പിറ്റലിൽ ചെന്നു. ആംബുലൻസിൻ്റെ പുറയിൽ ഞാൻ ചങ്ക് പൊട്ടി, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ബന്ധുമിത്രാദികളും എൻ്റെ മോൻ്റെ ആംബുലൻസിൻ്റെ പുറയിലൂടെ ഞങ്ങൾ പോവുകയായിരുന്നു കടന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ അവിടെ ICUയിലേക്ക് കയറ്റി. എൻ്റെ അമ്മ അവിടെ നിന്ന് വേഗം എൻ്റെ ഭാര്യയുടെ അച്ചാച്ചൻ്റെ മോൻ വന്നു. അവരും കൂടി ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ജോസഫ് അച്ഛനെ കാണാൻ പറ്റൂല കേട്ടോ, ഭയങ്കര തിരക്കാന്ന് പറഞ്ഞു. ജോസഫ് അച്ഛൻ ഉച്ച കഴിഞ്ഞ് 3 മണിക്കുള്ള ആരാധന കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അമ്മ ചാടിക്കേറി ജോസഫ് അച്ഛൻ്റെ കൈമ പിടിച്ചു, അച്ചോ, എൻ്റെ മകനെ രക്ഷിക്കാച്ചോ. അപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു, എന്താ ചേച്ചിയുടെ പ്രശ്നമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ മോക്കടെ മകൻ മരിക്കാറായി കിടക്കുകയാണ് അച്ചോ ICUയിൽ നിന്ന്. ജോസഫ് അച്ഛൻ പറഞ്ഞു, മോളെ, അവിടെ പോയി ഒരു ലോക്കറ്റ് മേടിച്ചു കൊണ്ടുപോവാം. അമ്മ അവിടെ പോയി ലോക്കറ്റ് വാങ്ങി. ജോസഫ് അച്ഛൻ ആ ലോക്കറ്റ് ആശീർവദിച്ച് അമ്മയുടെ അടുത്ത് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ മകൻ കിടക്കണ ആ ICUയിൽ മിഷേൻ്റെ അവിടെ തലയ്ക്കാമ്പാകത്ത് വെച്ചു കൊടുത്തോളം പറഞ്ഞു. ജോസഫ് അച്ഛൻ ആ ലോക്കറ്റ് കൊടുത്തു വിട്ടു.
എൻ്റെ അമ്മ അത് എൻ്റെ കൈ കൊണ്ടു തന്നിട്ട് പറഞ്ഞു, മോൻ കയറി വെച്ചോ, കാരണം മോൻ ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ വീട്ടിൽ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, മാതാവിനാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥിക്കുന്ന മോൻ കയറി വിശ്വാസ പ്രമാണം ചൊല്ലി, മാതാവിൻ്റെ ആ വിശ്വാസ പ്രമാണം ചൊല്ലി ആ ലോക്കറ്റ് കൈ എൻ്റെ മോൻ്റെ തലയ്ക്കാൻ ഭാഗത്ത് ഞാൻ വെച്ചു. ചെന്നപ്പോൾ ചങ്ക് പൊട്ടുക, കാരണം ഒരുപാട് ട്യൂബും ഇതെല്ലാം ICUവിൽ കിടക്കുന്ന എൻ്റെ മോന് ഓക്സിജൻ്റെ അളവ് കൊടുത്തുകൊണ്ടു, മറ്റുള്ള ട്യൂബുകളും ടെസ്റ്റുകളും എല്ലാം ഒരുപാട് ട്യൂബ്. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ മോൻ്റെ അടുത്തേക്ക് ഞാൻ കയറി ചെല്ലില്ല അമ്മേ, കാരണം എൻ്റെ മോൻ ഒരു കുഴപ്പമില്ലാതിരിക്കുന്ന മോനെ എനിക്ക് ഇനി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അവിടെ നാനാജാതി മതസ്ഥർ ജോലി ചെയ്യണം നേഴ്സുമാരൊക്കെയല്ലോ, ആരോ വന്ന് എൻ്റെ മോൻ്റെ അടുത്ത് ആ ലോക്കറ്റ് നഷ്ടപ്പെട്ടു പോയി. വ്യാഴാഴ്ച സമയമായിപ്പോഴേക്കും ഒരു 2 മണിയൊക്കെ ആയിപ്പോഴേക്കും പറയാണ്, നിങ്ങളുടെ മകന് കൂടുതലാണ്, അവനെ വെന്റിലേറ്ററിലേക്ക് മാറ്റണം, 2% പോലും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ലാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ കൃപാസനത്തിലേക്ക് പോവുകയാണ്, എൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് എൻ്റെ മോൻ മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എടപ്പള്ളി ലുലു മാളിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും എനിക്ക് വിളി വരാണ്, വേഗം വന്നം, നീ തിരിച്ചു വാ, നിൻ്റെ മോന് സീരിയസ് ആണ്, അവൻ മരിക്കും, അതിനു മുമ്പ് നീ വെന്റിലേറ്ററിലേക്ക് ഒരു ഒപ്പിട്ട് കൊടുത്തിട്ട് പൊക്കോ എന്ന് പറഞ്ഞു. ഞാൻ ലുലു മാളിൻ്റെ അവിടെ നിന്ന് തിരിച്ച് ഹോസ്പിറ്റലിൽ, അമൃത ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു, 2% പോലും നിങ്ങളുടെ മോനെ കിട്ടില്ല, കാരണം നിങ്ങളുടെ മോന് ന്യൂമോണിയ ബാധിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എൻ്റെ ബന്ധുമിത്രാദികളുണ്ട് അവിടെ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു. എന്നെ വന്ന് ഓരോരുത്തർ ആശ്വസിപ്പിച്ചു തുടങ്ങി, ഇനിയും നിനക്ക് 2 മക്കളുണ്ട്, അവരെ നീ നോക്കണം, ഒരു മോൻ നഷ്ടപ്പെട്ടാലും നീ ടെൻഷൻ അടിക്കരുത്, നീ മാനസികമായി തകരരുത്, നീ നിൻ്റെ ഭാര്യയോടും പറയണം. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവം തന്ന എൻ്റെ മോനെ ഞാൻ നഷ്ടപ്പെടുത്തില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാം, പരിശുദ്ധ അമ്മയോട് ഞാൻ പോയി പ്രാർത്ഥിച്ചോളാം. അങ്ങനെ എൻ്റെ ഭാര്യയുടെ മൊബൈലെടുത്ത് ഞാൻ കൃപാസന യൂട്യൂബ് ഇട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബ്രദറിൻ്റെ അമ്മയ്ക്ക് എലിപ്പനി വന്ന് മരിക്കാൻ കിടക്കുകയാണ്. കാരണം രോമക്കുത്തുകളുടെ ഉള്ളിൽ ബ്ലഡ് വരുന്ന ആ അമ്മേനെ ആ മകൻ അവിടെ ആക്കിയിട്ട് വചനം പ്രസംഗിക്കാൻ പോണ ആ ബ്രദറിൻ്റെ വചനം ഞാൻ കേട്ടു. ആ ബ്രദറിൻ്റെ അമ്മ തിരിച്ചു ചെന്നപ്പോൾ ആ ബ്രദറിൻ്റെ അമ്മ സുഖം പ്രാപിക്കാനായിട്ട് ഞാൻ ആ വചനത്തിൽ കേട്ടായപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ആര് എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാനുണ്ടോ, നീ എന്നെ അനുവദിച്ചാൽ മതി, എൻ്റെ ഭാര്യ എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ ജീവിതസാഖി മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ചേട്ടൻ പോക്കോ. ചേട്ടൻ പോയി കഴിഞ്ഞാൽ ചേട്ടൻ്റെ പ്രാർത്ഥന അമ്മ കേൾക്കും എന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ കാലുകളൊക്കെ മരയൊക്കെയാണ്. ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ പരിശുദ്ധ നമ്മുടെ ദേവാലയത്തിൻ്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ അവിടുത്തെ റൂബി ചേച്ചി എന്നോട് പറഞ്ഞു, എന്തേ ആ മോൻ വിഷമിച്ചിരിക്കണത്. എൻ്റെ പെങ്ങളുടെ മോൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ചാച്ചനാണത്, എൻ്റെ അച്ചാച്ചൻ്റെ മോൻ വെന്റിലേറ്ററിലാണ്, ഇത് മരണത്തോട് മല്ലടിച്ച് കഴിയുന്ന എൻ്റെ കുഞ്ഞു മക്കളുണ്ട്, ആ മോനെ രക്ഷയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞാണ്, അതുകൊണ്ട് വളരെയധികം ദുഃഖിച്ചാണ് വന്നേക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ആ റൂബി ചേച്ചി എന്നോട് പറഞ്ഞു, മോൻ എവിടെ വന്നേക്കണേ, അമ്മയുടെ അടുത്താ, ഒരു പേടിയും പേടിക്കണ്ടെന്നാണ് റൂബി ചേച്ചി എന്നോട് പറഞ്ഞത്. അവിടെ നിന്ന് ആ ചേച്ചി പറഞ്ഞു, ഞാൻ ഇവിടെ കയറി വന്നു, ഉടമ്പടി എടുത്തു, എൻ്റെ ആദ്യത്തെ നിയോഗം വെച്ചത് എൻ്റെ മോനെ തിരിച്ച് തന്നെ മരിച്ച് ചീഞ്ഞ് നാറിയ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, എൻ്റെ മോനെ തിരിച്ച് തന്നെ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചത്. ഞാൻ ഉടമ്പടി എടുത്തു വെച്ചു. എനിക്ക് ഉടമ്പടിയിൽ എൻ്റെ മാതാവിനെ കുട ചൂടിക്കാൻ എനിക്ക് കിട്ടിയത് ടോക്കൺ വീണത്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയെല്ലാം എടുത്തു വെച്ചതിന് ശേഷം ഈ കഴിഞ്ഞ മാസം 5-ാം തീയതി പരിശുദ്ധ അമ്മയുടെ കാലിക്കൽ കിടന്ന് ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. 2 മണിക്കൂറാണ് ഞാൻ ഇവിടെ കിടന്ന്, അന്നത്തെ ഇവിടെ ക്യാമറ നോക്കാണ് എല്ലാവർക്കും കാണാം, ഞാൻ ചങ്ക് പൊട്ടിക്കരയുന്നത്. എൻ്റെ യേശുവിൻ്റെ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ 2 മണിക്കൂർ ചെലവഴിച്ച് തീല നിന്ന് ഞാൻ. ഒരു മോൻ നഷ്ടപ്പെട്ട ഒരു അപ്പച്ചൻ എങ്ങനെ മക്കളുടെ അടുത്ത് കരയും, അതുപോലെ ഞാൻ കരഞ്ഞത്. എൻ്റെ മോനെ ഞാനിവിടെ പോകുന്ന സമയത്ത് MRI സ്കാൻ ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഞാനിവിടെ കിടന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടുത്തെ ചേച്ചിമാരെല്ലാവരും ഓടി വന്നുകൊണ്ട്, എന്താ ഇവിടെ പ്രശ്നം നടക്കണേ, ആ മോൻ എന്തെങ്ങനെ കരയണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പെങ്ങളുടെ മോൻ പറഞ്ഞു, എൻ്റെ അച്ചാച്ചൻ്റെ മോൻ
മരിക്കാറായി കിടക്കുകയാണ്, വെന്റിലേറ്ററിലാണ്, ജീവിതം ഇനി കിട്ടൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ അച്ചാച്ച ഇവിടെ കിടന്ന് നൊലോളിക്കുന്ന ചേച്ചിമാരെ എന്ന് പറഞ്ഞു. അപ്പോൾ മോൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇസഹാക്ക് എന്നാന്ന് പറയാണ്. അപ്പോൾ തന്നെ ഇവിടെ നിന്ന ചേച്ചിമാരെല്ലാവരും ഒരു 250 ആളുകൾക്കോളം ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു അവസരം ആ സമയത്ത് കിട്ടി. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മാതാവിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പോലും പറ്റൂലാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു. ഞാൻ ഇവിടെ കിടന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന ചേച്ചിമാരും എൻ്റെ മോൻ്റെ വേണ്ടി പേര് ചൊല്ലി ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ യേശുവിനോട് ഇങ്ങനെ ഇവിടെ കിടന്നൊരു 1/2 മണിക്കൂർ പ്രാർത്ഥിക്കും, യേശുവിൻ്റെ കാൽക്കേ കിടന്ന് പ്രാർത്ഥിക്കും. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ആകാശ കളറിലുള്ള ഒരു സാരി ഉടുത്തുകൊണ്ട് ഒരു ചേച്ചി എന്നോട് പുറയിൽ വന്നുകൊണ്ട് എൻ്റെ തോളത്ത് മുട്ടാണ്, മോൻ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞു. ഞാൻ വേഗം തല പൊക്കി നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. അപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും. ഞാൻ വീണ്ടും ഇവിടെ കിടന്ന് ചങ്ക് പൊട്ടി, ഭയങ്കര സൗണ്ടായിരുന്നു എൻ്റെ നൊലോളിക്ക്. ഇവിടെ കിടന്ന് നൊലോളിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ആകാശ കളറിലുള്ള സാരി ഉടുത്ത ചേച്ചി എന്നെ 2 തോളത്തും കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോൻ എഴുന്നേക്കുക, മോൻ സുഖം പ്രാപിച്ചിരിക്കുക, മോൻ ഒരു പേടിയും പേടിക്കണ്ട, എഴുന്നേൽക്ക് മോനെ എന്ന് പറയാണ്. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ പെങ്ങളുടെ മോൻ അതിന് മുമ്പ് വന്നുകൊണ്ട് പറഞ്ഞു, അച്ചാച്ചാ നമുക്ക് പോകാം, നമ്മുടെ പിള്ളേനെ അവിടെ നിന്ന് എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ പൊക്കോ, ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് കിടക്കുകയാണ്, ഇവിടെ വന്ന് കിടന്നിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സംഭവിച്ചോട്ടെ മോനെ എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് എന്നെ ഈ നീല സാരി ഉടുത്ത ഒരു ചേച്ചി വന്ന് എൻ്റെ പുറയിൽ വന്ന് വിളിച്ചു, മോന് എഴുന്നേൽക്കുന്നു. ഞാൻ 3-4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് വെറും പച്ചവെള്ളം കുടിച്ചാണ് ഈ ദിവസങ്ങളൊക്കെ ഞാൻ എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതാണ് എൻ്റെ മോൻ ഇസഹാക്ക്. ഞാൻ ഇവിടെ കിടന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ നല്ല ധൈര്യം കിട്ടാണ്. കാരണം എനിക്ക് എന്തോ ഒരു അനുഭവം എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്, എൻ്റെ മോൻ സുഖം പ്രാപിച്ചിട്ടുണ്ട് എന്നൊരു ഭയങ്കരമായൊരു ധൈര്യം കിട്ടാണ്. ധൈര്യം കിട്ടിയതിന് ശേഷം ഞാൻ വേഗം പോയി എനിക്ക് എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, എൻ്റെ മാതാവ് എൻ്റെ കൂടെ വരാണ്, മോൻ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഒരുപാട് ദിവസമായില്ലേ മോനെ, മോൻ പോണ വഴിക്ക് വെള്ളം എന്തെങ്കിലും മേടിച്ച് കുടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പോണ വഴിക്ക് ഒരു കരിക്കും വെള്ളം മേടിച്ച് കുടിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ആ സാരി ഉടുത്ത ചേച്ചി എൻ്റെ വണ്ടിയിൽ ഇരിക്കുക. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്നിട്ട് പോയപ്പം അവിടുത്തെ സ്ഥിതി എന്തായി? അപ്പോൾ അവിടെ MRI സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായി? ആ സ്കാനിങ്ങിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഓക്സിജന്റെ അളവ് 0 ഡിഗ്രിയിലേക്ക് ആയിരുന്നു കേട്ടോ. എൻ്റെ മോന്റെ ഓക്സിജന്റെ അളവ് 0 ഡിഗ്രിയിലേക്ക് ആയിരുന്നു. അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അവിടെ ചെന്നതിന് ശേഷം. അപ്പൊ പിന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ കൊച്ചിന്റെ അവസ്ഥ എന്തായി? കൊച്ചിന്റെ അവസ്ഥ 0 ഡിഗ്രി ഓക്സിജൻ. മാതാവ് ഇവിടെ വന്ന് നിന്ന് നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങൾ വിളിച്ചു, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നെ ഈ സമയം അവിടുത്തെ സ്ഥിതി എന്താണ്? അവിടെ അതീവ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. എന്റെ ഭാര്യയോടാണ് ഡോക്ടർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം 0 പെട്ടെന്ന് 50 കയറി. 0 ആയിരുന്നത് ഓക്സിജൻ 50 പിന്നെ വെന്റിലേറ്ററിന്റെ ഇത് ഏറ്റവും കുറച്ചിട്ടു. വെന്റിലേറ്റർ ഓക്സിജന്റെ അളവ് കൂടിയപ്പോൾ തന്നെ വെന്റിലേറ്റർ കുറച്ച്, പിന്നെ ഏകദേശം അതിൽ നിന്ന് പുറത്തേക്ക് വരാന്നുള്ള. അപ്പൊ രോഗം കുറയുന്നു. പിന്നെ ബാക്കിയുള്ള ഇതൊക്കെ നമ്മൾ ഇതിൻ്റെയൊക്കെ റിസൾട്ടുകളൊക്കെ എന്താ എല്ലാം നെഗറ്റീവായി മാറിയോ? സീരിയസ് ആയപ്പോൾ തല നിറയെ ബ്ലഡ് ആയിരിക്കും, കിട്ടൂല, ഞരമ്പുകളെല്ലാം പൊട്ടിയിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞുകൊണ്ട് ഇവര് MRI ചെയ്യാൻ കൊണ്ടുപോവാണ്. MRI ചെയ്യാൻ കൊണ്ടുപോയിട്ട് വന്നു കഴിഞ്ഞപ്പോ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ല. എല്ലാം ബ്ലഡ് ലീക്ക് ആയതെല്ലാം ക്ലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കുഴപ്പമില്ല. ശരി, ആ സമയം തൊട്ട് മാതാവ് ഇവിടെ ഈ മകനെ വിളിച്ച് പിന്നെ ഒരു കുഴപ്പമില്ല, നീ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ തന്നെ കൂറിഞ്ഞ് നടക്കുന്ന 0 ഓക്സിജന്റെ അളവിൽ നിന്ന് 50ലേക്ക് പെടപ്പെട്ടിയെന്നാണ് എൻ്റെ മാതാവ് എന്റെ മോനെ. അത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഇനി പോന്നു? ഞങ്ങൾ 17-ാം തീയതി ഡിസ്ചാർജ് ചെയ്തു വന്നു. അപ്പൊ ഇപ്പം കുഞ്ഞിന്റെ അവസ്ഥ എന്താണ്? ഇപ്പൊ കുഞ്ഞിന് 100% മരുന്നിൽ നിന്ന് 5% മരുന്നിലേക്ക് മാറ്റി. ഇന്നലത്തെ ടെസ്റ്റിൽ 5% മരുന്നിലേക്ക് മാറ്റി അല്ലേ? ഇപ്പൊ മരിച്ചെന്ന് പറയുന്ന കുഞ്ഞിപ്പോ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കാൻ